Good afternoon. Good afternoon, all. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon. പ്രയറും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടെ. സൈനിനും തോട്ട് ഓഫ് ദ ഡേ സ്റ്റാർട്ട് ചെയ്തോട്ടോ. പ്രയർ പറഞ്ഞു. त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव त्वमेव सर्वं मम देवदेव. Thank you, ma'am. Sign in, ma'am. സൈനിൻ പറഞ്ഞോട്ടോ. A very good afternoon to everyone. I am happy to see you all together here. Thank you all for joining here. I would like to a warm welcome our respected Aparna ma'am who have joined us here. And also I welcome my friends that are present here. I hope you all enjoy this class and that turns out to be a great success. Once again, I welcome all of them to today's class. Thank you. തോട്ട് ഓഫ് ദ ഡേ. Good afternoon, everyone. A young boy wanted to climb a hug mountain. He tried once but fell. He tried again but fell again. On his third attempt, he finally reached the top. When asked how he succeeded, he said, "I didn't give up. Each fall taught me to climb higher." Motivational thoughts. Persistence pays off. Keep trying and you will eventually reach your goal. Learn from failure. Every setback is a chance to learn and grow. Believe in yourself. Trust that you can overcome obstacles and achieve greatness. Don't give up on your dreams. Every step forward, no matter how small, brings you closer to success. Thank you. ഓക്കെ. ലാസ്റ്റ് വീക്ക് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ല. അതിന് പകരമാണ് ഇന്നത്തെ ക്ലാസ്, സാറ്റർഡേ ക്ലാസ് വന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? യൂണിറ്റ് 3 സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താണെന്നും പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇമോഷണൽ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. പിന്നെ കുട്ടികളുടെ പ്രീ സ്കൂൾ കുട്ടികളുടെ സവിശേഷതകൾ 5 പോയിന്റ്സ് പഠിച്ചു. പിന്നെ സ്ട്രേഞ്ചർ അനാക്സിറ്റി ആൻഡ് സെപ്പറേഷൻ അനാക്സിറ്റി എന്താണെന്ന് പഠിച്ചു. ഓക്കെ. അപ്പൊ നമ്മള് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് എടുത്തത്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ഓക്കെ. ഞാൻ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു എന്നാ വിചാരിച്ചത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് കുട്ടികള് സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെയോ വസ്തുക്കളെയോ കാണുമ്പോൾ അവരിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ ഏതായിരുന്നു അത്? സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെയോ വസ്തുക്കളെയോ കാണുമ്പോൾ Stranger anxiety. സ്ട്രേഞ്ചർ അനാക്സിറ്റി. ഓക്കെ. ഇനി കുട്ടി അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വിച്ച് കൈൻഡ് ഓഫ് ആൻസൈറ്റി ദേ ഷോ? ഏത് കൈൻഡ് ഓഫ് ആൻസൈറ്റി ആണ് അവർ കാണിക്കുന്നത്? സെപ്പറേഷൻ അനാക്സിറ്റി. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഹെൽത്തും അവന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആ കുട്ടിയുടെ എന്തിനാ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺസിന് നല്ല ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരിക്കും, പോസിറ്റീവ് റിലേഷൻ ആണ്. ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ എന്ത് റിലേഷൻ ആണ്? പോസിറ്റീവ് റിലേഷൻ ആണ്. ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റും പോസിറ്റീവ് ആയിരിക്കും. ഇഫ് ദ ചിൽഡ്രൻസ് ഹെൽത്ത് വീക്ക് ആണ്, എന്തെങ്കിലും അസുഖങ്ങളോ ഇൽനെസ്സോ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമോഷൻസും എങ്ങനെയായിരിക്കും? അൺസ്റ്റേബിളും അപ്സെറ്റും ആയിരിക്കും.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു ചെറിയ പനി വന്നു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അല്ലേ? ഭയങ്കരമായിട്ട് ചെറിയ പനി മതി, വലിയ അസുഖമൊന്നും വേണ്ട. ഒരു ചെറിയൊരു ഇൽനെസ് വന്നാൽ പോലും നമ്മൾ ഇമോഷണലി അപ്സെറ്റ് ആയിരിക്കില്ലേ, ഭയങ്കര വിഷമിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. ആ സമയത്ത് നമ്മൾ എല്ലാവരും ഒരു കെയർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരൊക്കെയാണ്? ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു കെയർ വേണം. നമുക്ക് വയ്യാന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ ഫീലിംഗിൽ പോലും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കും. അപ്പോ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. ഒരു കുട്ടിയുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ അവന് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ ആയിരിക്കും. ഇപ്പൊ ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ അല്ലാത്ത കുട്ടികളിൽ ഇനി ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ അവര് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കില്ല, പ്രോപ്പർ ആയിരിക്കില്ല, കറക്റ്റ് ആയിരിക്കില്ല. കാരണം അവർക്ക് എപ്പോഴും ഇമോഷണൽ ഔട്ട് ബ്രേക്കുകൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം മേ ബി എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസബിലിറ്റിനെ ആലോചിച്ച്, കുട്ടികളാണല്ലോ, അപ്പൊ അത് ആ ഡിസബിലിറ്റിനെ ആലോചിച്ച് അവർക്ക് ഇമോഷണൽ ഔട്ട് ബ്രേക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഫിസിക്കൽ ഹെൽത്തും അതേപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റും പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആണ്. രണ്ടും ഓക്കെ ആണെങ്കിൽ പോസിറ്റീവ് ആണ്. ഇപ്പൊ എന്താ പറയാ, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. ഇനി ഇന്റലിജൻസ് ആണ് കേട്ടോ. നല്ല ഹൈ ഐക്യു ഉള്ള കുട്ടികൾ നല്ല രീതിയിൽ അവർ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി എന്ത് ചെയ്യും, പെരുമാറും. ഈവൻ ഇഫ് ലോ ഐക്യു കുട്ടികളാണെങ്കിൽ അവര് എന്ത് ചെയ്യാം, ഭയങ്കരമായിട്ട് അവർക്ക് ഇമോഷണൽ കൺട്രോൾ കുറവായിരിക്കും. ലോ ഐക്യു ഉള്ള കുട്ടികളിൽ ഇമോഷണൽ കൺട്രോൾ കുറവായിരിക്കും. എന്നുവെച്ചാല് പെട്ടെന്ന് അവര് ഇമോഷണൽ ഔട്ട് ബ്രേക്കുകൾ വരും, പെട്ടെന്ന് ദേഷ്യം വരും, ഷൗട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യം ഇന്നതാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ നോക്കും. അതെന്തുകൊണ്ടാണ്? ലോ ഐക്യു അല്ലെങ്കിൽ ലോ ഇന്റലിജൻസ് കാരണമാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഇന്റലിജൻസും എന്താണ് ഡെവലപ്മെന്റും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഹൈ ഇന്റലിജന്റ് ആണെങ്കിൽ ഇൻവേഴ്സ്ലി അല്ല, പ്രപ്പോർഷണൽ ആണ്. ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളിൽ ഹൈ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും നല്ലൊരു പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ലോ ഇന്റലിജന്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് ലെസ് ഇമോഷണൽ കൺട്രോൾ ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്യാം. ഫസ്റ്റ് ആരാ റീഡ് ചെയ്യുന്നത്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞുതരാമോ? പേജ് നമ്പർ ഞാൻ ടെസ്റ്റ് നോക്കട്ടെ കേട്ടോ. 46 ആണ്. 46. മിസ് ഞാൻ വായിച്ചോട്ടെ മാം. ഓക്കെ, സുബിത ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് ഷാലിനി. ഓക്കെ, സുബിത വായിച്ചോട്ടെ. Health and physical development. There is a positive relation between health and emotional development. The children weak in physical structure or suffering from illness are more emotionally upset and unstable than children who are healthy. ഓക്കെ, അപ്പോ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിലേഷൻ ആണ് ഹെൽത്തിനും ഇമോഷണൽ ഡെവലപ്മെന്റിനും ഉള്ളത്. കാരണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇമോഷണലി അവർ അപ്സെറ്റ് ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണെങ്കിലോ നല്ല ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരിക്കും അവര് എന്ത് ചെയ്യുന്നത്, ഇമോഷണൽ ഡെവലപ്മെന്റ് അവർക്ക് കൈവരിക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. Intelligence. Studies have provided that there is less emotional control among low intelligent children compared to high intelligent groups. An intelligent person with his reasoning and thinking powers exercise control as per the situation and makes proper use of his emotions. ഓക്കെ, നമ്മളിതിൽ പറയുന്നത് ഐക്യമുള്ള കുട്ടികളെ കുറിച്ചിട്ടും ഐക്യ കുറവുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ്. ഐക്യ കുറവുള്ള കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്നൊരു ക്യാരക്ടറാണ് എന്താണ്, അവർക്ക് ലെസ് ഇമോഷണൽ കൺട്രോൾ ആയിരിക്കും. പെട്ടെന്ന് അവർ ഷൗട്ട് ചെയ്യും, പെട്ടെന്ന് അവര് ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് റീസണിങ്ങിലൂടെയും തിങ്കിങ് പവറിലൂടെയും അവർ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവരുടെ ഇമോഷൻസ് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നവർക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാല് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികള് നല്ല രീതിയിലായിരിക്കും അവർ ഇമോഷൻസ് യൂസ് ചെയ്യുന്നെങ്കിൽ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ അത്ര പ്രോപ്പർ ആവണമെന്നില്ല. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ആണ് ഫാമിലി. ഫാമിലി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഇമോഷണൽ
ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ബിഹേവിയർ നമ്മൾ ആരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോപ്പി ചെയ്യുന്നത്? പാരന്റ്സിൽ നിന്നാണ്. നമ്മൾ എന്താ പാരന്റ്സും നമ്മുടെ ഫാമിലിയിലെ മറ്റ് മെമ്പേഴ്സിൽ നിന്നാണ് കുട്ടികൾ അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ഇമോഷൻസ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഫാമിലിയിൽ. എല്ലാവരും തമ്മിൽ നല്ല ഒരു കോൺഫ്ലിക്റ്റും ടെൻഷൻസും ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. അവിടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, പാരന്റ്സിനെ ആവട്ടെ, എല്ലാവരും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും? അവർ കണ്ടു വളർന്ന കുട്ടികളാണ്, അപ്പൊ അവരുടെ ഇമോഷൻസ് പോസിറ്റീവ് ആയിരിക്കും. ഈവൻ ഭയങ്കര കോൺഫ്ലിക്റ്റും ടെൻഷൻസും മേ ബി പാരന്റ്സ് തമ്മിൽ എപ്പോഴും വഴക്കൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് സൈസ് ഓഫ് ദ ഫാമിലി. ഇപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഫാമിലീസ് നമുക്ക് പറയാൻ പറ്റും. ജോയിന്റ് ഫാമിലി, അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലി. ജോയിന്റ് ഫാമിലിയിലെ കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് മുൻപേ സംഭവിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നത്. കാരണം അവർ ചെറുപ്പം മുതലേ എങ്ങനെയാണ് മുതിർന്നവർ റെസ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഷെയറിംഗ് ഹാബിറ്റ്സ്, കാര്യങ്ങളെല്ലാം പഠിച്ചു വരാണ്. സോ അപ്പൊ എന്താണ്, ജോയിന്റ് ഫാമിലിയിലെ കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് മുന്നേ സംഭവിക്കുന്നു. നമ്മൾ ഇനി ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരാണ്. ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും അവൻ വാശി പിടിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ നമ്മൾ എന്ത് ചെയ്യാണ്? ചെയ്തു കൊടുക്കാണ്. സോ ഈ കുട്ടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവണമെന്നില്ല, കറക്റ്റ് ആയിട്ട് ഇമോഷണലി ഡെവലപ്ഡ് ആവണമെന്നില്ല. അത് ഒരു ഫാക്ടറാണ്. സൈസ് ഓഫ് ദ ഫാമിലി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി. നമ്മുടെ ഫാമിലിയുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫാമിലി ഹൈ സ്റ്റാറ്റസ് ആണെങ്കിൽ അവര് ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? ആ ഒരു ഫാമിലിയുടെ നേച്ചറും ക്യാരക്ടറും അനുസരിച്ചായിരിക്കും കുട്ടികളുടെ ഇമോഷൻസ് വരുന്നത്. ഇനി ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ ആ ഒരു പൊസിഷൻ ഫാമിലിയിൽ കുട്ടിയുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പാരന്റൽ ആറ്റിറ്റ്യൂഡ്, പാരന്റ്സിന് കുട്ടീനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഇതെല്ലാം എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ആ കുട്ടി എന്താ പറയുക, പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് ആണ്. ഫാമിലി എന്ന് പറഞ്ഞാല് കുട്ടികളെ സംബന്ധിച്ച് എന്താണ്? പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ അവർ ഇമോഷണൽ, കുട്ടികൾ എപ്പോഴും കോപ്പി ചെയ്യുന്ന ആദ്യ ഇമോഷൻസ് ആണ് പാരന്റ്സിന്റെയും അവരുടെ എൽഡർ മെമ്പേഴ്സിന്റെയും ഇമോഷൻസ് ആണ് കുട്ടികൾ കോപ്പി ചെയ്യുന്നത്. ഇപ്പം ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ് ഫാമിലിയിലെങ്കിൽ കുട്ടികളിലെ പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. നെഗറ്റീവ് അല്ല ഭയങ്കര കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവരുടെ കുട്ടികളിൽ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഫാമിലി ആരാ റീഡ് ചെയ്യുന്നത്? ഞാൻ വായിക്കാം മാം. വയസ്സോ? Family. Children copy the emotional behavior of the parents and elder members of the family. If a good atmosphere exists at home, children develop positive emotions, while family relationship with conflicts and tensions lead to a negative emotions. The size of the family and the social economic status of the family, ordinal position of the child, parental attitude, etc. also affects the emotional development of the child. ഓക്കെ, ഫാമിലി ക്ലിയർ ആണോ? നമ്മൾ നോക്കുന്നത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ്. കുട്ടി വളർന്നു വരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി അതേപോലെ കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. സ്കൂളിലാവട്ടെ അല്ലെങ്കിൽ കുട്ടിയുടെ ഫാമിലി സറൗണ്ടിങ്സിലാവട്ടെ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മൾ കുട്ടികൾ വളർന്നു വരുന്ന അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് സേഫ് ആണോ? നമ്മുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ സേഫ് ആണോ? അല്ല മാം. എത്ര പേർക്ക് പേടിയാ അടുത്ത വീട്ടിലൊന്ന് കളിക്കാൻ വിടാനായിട്ട് കുട്ടികളെ? ശരിയാണ്, പറയുമ്പോ എന്താണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് സംഭവിക്കൂല, പ്രോപ്പർ ആയിട്ട് കളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊരു സോഷ്യലബിൾ ആവില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മളുടെ ഭയം, നമ്മൾ ഇന്ന് കേൾക്കുന്ന ന്യൂസുകൾ കാര്യങ്ങൾ എന്താണ്, നമുക്ക് കുട്ടികളെ ഒരു സ്ഥലത്തേക്കും വിടാൻ പറ്റില്ല, അത്രയും പേടി നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോ. അപ്പൊ നമ്മള് കുട്ടികൾക്ക് ഒരു ഹെൽത്തി, ഒരു നല്ല സക്സസീവ്, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. 1 മിനിറ്റ് കേട്ടോ.
നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് നോക്കിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു, സോഷ്യൽ അറ്റ്മോസ്ഫിയറിന്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, വളർത്തേണ്ടത്. ഇനി സ്കൂൾസ് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഇമോഷണൽ ഗ്രോത്ത് കുട്ടികളിൽ വരുത്താൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. കരിക്കുലർ ആക്ടിവിറ്റീസ്, നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കരിക്കുലർ പഠനമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അത് മറ്റ് ആക്ടിവിറ്റീസിലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ടീച്ചിങ്ങിന്റെ മെത്തേഡ് അതെന്താണ്, അത് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളുടെ മോണ്ടിസോറിയിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് മെത്തേഡ് എങ്ങനെയായിരിക്കണം, ഭയങ്കര സ്ട്രിക്റ്റ് ആവണോ അല്ലെങ്കിൽ പണിഷ്മെന്റ്സ് കൊടുക്കണോ, നിങ്ങൾക്ക് അറിയില്ല അല്ലെ. നെക്സ്റ്റ് ചാപ്റ്റേഴ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ പറയുന്നത് വെച്ചാൽ പണിഷ്മെന്റോ അല്ലെങ്കിൽ റിവാർഡ്സിന്റെയോ ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയാ തല്ലി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ മാറേണ്ടതായിട്ടുണ്ട്. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ നമ്മൾ മോണ്ടിസോറിയിൽ പറയുകയാണെങ്കിൽ, ഡിസിപ്ലിന്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് പറയണം, മോണ്ടിസോറിയിൽ പറയുകയാണെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ ആണ് കുട്ടികളിൽ വരുന്നത്. അവർ ഈ ഒരു മെത്തേഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളിലേക്ക് എടുക്കുമ്പോൾ അവർ സെൽഫായിട്ട് ഡിസിപ്ലിൻ അക്യൂർ ചെയ്തോളും. അല്ലാതെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് നമ്മുടെ സ്റ്റാഫും അല്ലെങ്കിൽ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ എന്താണ് ഭയങ്കരമായിട്ട് പ്രശ്നമാണെങ്കിൽ അവിടെ നെഗറ്റീവ് റിലേഷൻ ആയിരിക്കും ബിൽഡ് ചെയ്യണം. അതേപോലെ സ്റ്റാഫും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ HODയും സ്റ്റാഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി വളർന്നു വരുന്ന സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ട് ടൈം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്, സ്കൂളുകളിലാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് ഇമോഷണൽ ഗ്രോത്ത് കുട്ടികളിൽ അക്യൂർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഫിസിക്കൽ ഫെസിലിറ്റീസ്, സ്കൂളുകളിൽ ഫിസിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. കരിക്കുലർ ആൻഡ് നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെത്തേഡ് ഓഫ് ടീച്ചിങ്, നേച്ചർ ഓഫ് ഡിസിപ്ലിൻ, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഡിസിപ്ലിൻ വേണ്ട എന്നല്ല പറയുന്നത്, അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്ത കുട്ടികൾക്ക് ഒരു ബാഡ് ഇംപ്രഷൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്, നമ്മുടെ കുട്ടികളും അതേപോലെ തന്നെ ടീച്ചേഴ്സും നമ്മളൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നമ്മൾ ടീച്ചേഴ്സ് ഒരു കുട്ടിയെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവരുടെ ഫ്രണ്ട് ആവുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ഫ്രണ്ട് ആവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് സ്ഥിരമായിട്ട് ആബ്സെന്റിസം ഒന്നും വരാതെ കണ്ടിന്യൂസ് ആയിട്ട് അവര് സ്കൂളുകളിലേക്ക് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ പറയുന്നത്. ഇനി മറ്റൊരു ഫാക്ടറാണ് പിയർ ഗ്രൂപ്പ്സ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിയർ ഗ്രൂപ്പ് എന്താണ്, അതെ കളിക്കൂട്ടുകാര് അല്ലെങ്കിൽ ഫ്രണ്ട്സ്. ഓക്കെ, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റിനെയും അതേപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി എല്ലാവരോടൊപ്പം നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യും, എല്ലാവർക്കും കളിക്കാനൊക്കെ പോകും, സൈക്കിളൊക്കെ ചവിട്ടും, പിന്നെ ഫുട്ബോളൊക്കെ കളിക്കും, നല്ല രീതിയിൽ ആക്റ്റീവ് ആണ് ഒരു കുട്ടി. ഒരു ഫാമിലിയിലെ തന്നെ രണ്ട് കുട്ടികളുടെ കാര്യം പറയണേ, ഇളയാള് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആണ്, ഭയങ്കരമായിട്ട് എനർജറ്റിക് ആണ്, എല്ലാവർക്കും പോകും, ഭയങ്കര എന്താ പറയാ ഭയങ്കര ആക്റ്റീവാണ്, അവരെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ മൂത്ത ആൾ എന്ന് പറഞ്ഞാല് ഒരു പാവത്താനെ പോലെയാണ്. അയാൾ ആ കുട്ടി അധികം പുറത്തോട്ടൊന്നും പോവില്ല, മേ ബി കുറെ നേരം ബുക്കുകളിലായിരിക്കും അല്ലെങ്കിൽ ഫോണിലോ, ഇപ്പൊ ഇന്നത്തെ കുട്ടികൾ ബുക്കുകളിലായിരിക്കില്ല, ഫോണിലോ ടിവിയിലോ കാർട്ടൂൺസോ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏത് കുട്ടിക്കായിരിക്കും സോഷ്യൽ ഡെവലപ്മെന്റ് ആദ്യം സംഭവിക്കുന്നത്? ആദ്യത്തെ കുട്ടിക്ക്. കാരണം അവൻ എങ്ങനെയാണ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് എങ്ങനെ സംസാരിക്കണം, മറ്റുള്ളവരുടെ ഇമോഷൻസിന് എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കും നമ്മളുടെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടാവില്ല പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലിനേക്കാളൊക്കെ വളരെ വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കളിക്കൂട്ടുകാരൊക്കെ. അപ്പൊ അത് നമ്മൾ കുറച്ചും കൂടി സോഷ്യലബിൾ ആവാനും നമുക്ക് കൂടുതലായിട്ട് ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരെയും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾ ആദ്യം വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ, ഒറ്റ കുട്ടിയാണെങ്കിൽ അവർ സംസാരിച്ച് തുടങ്ങണമെന്നില്ല. പക്ഷെ പിയർ ഗ്രൂപ്പ് ഡെവലപ്മെന്റ്, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിലൂടെ അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ കൂടെ നിൽക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നുള്ള ഫീൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
കുട്ടീനെ കുറച്ചും കൂടി സോഷ്യലബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളും ത്രെഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അവര് ചുറ്റുപാടും അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റി വളരെ നല്ലൊരു ഫാക്ടറാണ്. നമ്മള് നല്ലൊരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട്, നല്ല ഫിയർലെസ് ആയിട്ടുള്ള നല്ല കറേജിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് വളർന്നു വരാകുമ്പോൾ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മള് എന്താ പറയാ നല്ലൊരു ബെസ്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഇത് റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഞാൻ വളർന്നു വന്ന സാഹചര്യം നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വളർന്നു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ എന്റെ ചുറ്റും ഫുൾ ക്രിസ്ത്യൻസ് ഫാമിലീസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ മാത്രമാണ് ഒരു ഹിന്ദു ഫാമിലി ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ട് കൾച്ചറും എന്ന് വെച്ചാൽ ഹിന്ദുവും അതെ ക്രിസ്ത്യാനിറ്റിയും അതെ രണ്ട് കൾച്ചറും ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ക്രിസ്ത്യൻസ് ആണ്. ഓട്ടോമാറ്റിക് അവരുടെ റിലീജിയനോട് നമുക്ക് റെസ്പെക്റ്റും അവർ പറയുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ നൈബർഹുഡ് റിലേഷൻഷിപ്പ് നമുക്കൊരു എന്താ പറയാ ബ്രദർഹുഡ് റിലേഷൻ പോലെ തന്നെയാണ്. കാരണം അവർക്ക് എന്ത് ഫെസ്റ്റിവൽ നമ്മളുടെ അവരുടെ ഒരു വേർതിരിവ് ഉണ്ടാവില്ല. ഫെസ്റ്റിവലിന്റെ കേസിൽ വേർതിരിവ് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഞങ്ങൾ സെയിം ഒരുമിച്ചായിരിക്കും സെലിബ്രേറ്റ് ചെയ്യണേ. അത് ഇപ്പോ അമ്പലത്തിൽ ഉത്സവമാണെങ്കിലും ഞങ്ങൾ പോകും, അതേപോലെ പള്ളിയിൽ പെരുന്നാളാണെങ്കിലും പോകും. സെയിം ഒരു എന്താ പറയാ സെയിം ഞങ്ങൾക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. ഇപ്പൊ പള്ളിയിൽ പെരുന്നാളിന് പോകാൻ പറ്റില്ല, പ്രദക്ഷിണം കാണാൻ പറ്റില്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ. കാരണം ഈ പ്രാവശ്യത്തെ പ്രദക്ഷിണത്തിന് പോകാൻ പറ്റിയില്ല അങ്ങനെ പറയുന്നത് ഭയങ്കര വിഷമമാണ്. കാരണം മേ ബി ഞങ്ങൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാതെ തന്നെയാണ് വളർന്നു വന്നുകൊണ്ടായിരിക്കാം. നൈബർഹുഡ് റിലേഷൻഷിപ്പ് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇമോഷണലി ആൻഡ് സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷെയറിംഗ് ഹാബിറ്റ്സ് ഒക്കെ ബേസിക് ആയിട്ട് ഞാൻ പഠിച്ചത് അവിടെ നിന്നാണ്. നൈബർഹുഡ് റിലേഷൻസ് ആയിരുന്നു ഷെയറിംഗ് ഹാബിറ്റ്സുകൾ പഠിച്ചു തുടങ്ങിയത്. കാരണം ഏതൊരു ഫെസ്റ്റിവൽ നടന്നാലും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ഇപ്പൊ ഞങ്ങൾ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ഞങ്ങളെന്ന് വെച്ചാല് ഒറ്റ ഹിന്ദു ഫാമിലി ഉള്ളൂ. ഞങ്ങൾ എല്ലാ വീടുകളിലേക്കും അവർക്ക് വേണ്ട പായസമാണ് വെച്ചു കൊടുക്കുന്നത്, അത് വെച്ചു കൊടുക്കും. ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ എല്ലാ വീട്ടിൽ നിന്നും കേക്കും ഉണ്ടാവും വീട്ടിൽ. അതേപോലെ ഈസ്റ്ററിന്റെ സമയത്ത് അത് കോഴിക്കോട്ടാ, അത് എല്ലാ വീട്ടിലേക്കും 5 വീട്ടിലുണ്ടെങ്കിൽ 4 വീട്ടിലേക്ക് കോഴിക്കോട് ഉണ്ടാവും. അത് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസിങ് ആയിരുന്നു. നൈബർഹുഡ് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു നിങ്ങളുടെ വീട്ടിലും അതേപോലെ നിങ്ങളുടെ നൈബർഹുഡും ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയാണോ? ഇന്ന് നമ്മുടെ കുട്ടികൾ അതേപോലെ നൈബർഹുഡ് റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പാരന്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത പോലെ നമുക്ക് അതൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എത്ര നാളായി കാണുമല്ലോ നമ്മളുടെ നൈബേഴ്സ് ആയിട്ട് ഒന്ന് സംസാരിച്ചിട്ട്, ഒന്ന് മനസ്സ് തുറന്നിട്ട് സംസാരിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാവും. കൊറോണ കഴിഞ്ഞതോടാണ് തോന്നുന്നു എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഈ നൈബർഹുഡ് റിലേഷൻഷിപ്പ് ഒക്കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തപ്പോഴാണ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആണെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. മേ ബി നമുക്ക് അതിക്ക് മുമ്പ് വരെയൊക്കെ എനിക്ക് തോന്നുന്നു ഓക്കെ ആയിരുന്നു, നൈബർഹുഡ് റിലേഷൻഷിപ്പ് ഒക്കെ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് പറഞ്ഞൂടാ. ഞാൻ എന്റെ ഫാമിലി ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് വന്നതിന് ശേഷം ഇവിടെ അടുത്ത് നൈബർഹുഡ് റിലേഷൻഷിപ്പ് അത്ര ബോണ്ട് അത്ര ഇല്ല. അപ്പൊ ഞങ്ങളുടെ അത്രയും പോലത്തെ ബോണ്ടുകളൊന്നും ഇല്ല. അപ്പൊ ഇതെല്ലാം ഒരു കുട്ടിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇമോഷൻ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സോഷ്യൽ അറ്റ്മോസ്ഫിയർ മുതൽ റീഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതാരാ റീഡ് ചെയ്യുന്നേ? ഓക്കെ, The healthy and conducive atmosphere of the school always result in the balanced emotional growth of children. The physical facilities of the school, curricular and co-curricular activities, methods of teaching, nature of discipline and relationship among the members of the staff and the head of the institution. Pupil-teacher relationship also affect the emotional development of children. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും സ്കൂളിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു ഹെൽത്തി ആൻഡ് കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ സ്കൂളുകളിലെ കരിക്കുലർ ആസ് വെൽ ആസ്
നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏത് മെത്തേഡാണ് ടീച്ച് ചെയ്യുന്നത്, അവിടുത്തെ ഡിസിപ്ലിന്റെ നേച്ചർ, അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സ്റ്റാഫുകളും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് പിയർ ഗ്രൂപ്പ്സ് ആണ് കേട്ടോ. റീഡ് ചെയ്തോ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻ? ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കട്ടെ അമ്മ. വായിച്ചോ അനില? അനില വായിച്ചോടാ. Okay, ma'am. The peer group relationship paves way for social development of the child and thereby his emotional development. The more social the child is, the more emotionally adjustable he will prove. Socially discarded and maladjusted children always face difficult emotional problems. ഓക്കേടാ. പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് സംഭവിക്കും, അതേപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ് അവർക്ക് മുന്നേ സംഭവിക്കും, നേരത്തെ സംഭവിക്കും. മോർ സോഷ്യലബിൾ ആണെങ്കിൽ അവർ മോർ ഇമോഷണലി അഡ്ജസ്റ്റബിൾ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി സോഷ്യലബിൾ അല്ലാത്ത കുട്ടികൾ ഒരു ഫാമിലിയിൽ നിന്ന് വേറെ എവിടെയും പോകുന്നില്ല, അവർ മറ്റു ഫ്രണ്ട്സിനോടൊപ്പം എന്ത് ചെയ്യുന്നില്ല, ഹാങ് ഔട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്ലേ ടൈമിൽ പോലും സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ കുട്ടികളിൽ കാണുന്ന ഒരു ക്യാരക്ടറാണ് മാൽ അഡ്ജസ്റ്റ്മെന്റ്. അവർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല, സൊസൈറ്റിയിലായിട്ടുള്ള മറ്റുള്ള മെമ്പേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല. ഈ കുട്ടികള് ഫേസ് ഡിഫിക്കൽട്ടി ഇൻ ഇമോഷണൽ പ്രോബ്ലംസ്, ഈ കുട്ടികളിൽ ഇമോഷണൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിയുടെ വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടൊരു ഫാക്ടർ തന്നെയാണ്. ഫാമിലി പോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എന്ത്, പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ്. അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റ് കൈവരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് കൈവരിക്കാൻ വേണ്ടി കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ആര്, പിയർ ഗ്രൂപ്പ്സ് കേട്ടോ. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. റീഡ് ചെയ്തോ? രശ്മി റീഡ് ചെയ്തോടാ. രശ്മി അല്ലേ നേരത്തെ പറഞ്ഞത്? Okay. The community and the neighborhood. The child picks up so many traits of his emotional behavior from his premises. The brave community is sure to give birth to fearless and courageous children, whereas children grown in an emotionally polarized community exhibit emotional instability and emotional susceptibility. ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കുട്ടീനെ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ഇമോഷണൽ സക്സസിബിലിറ്റിയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അവരുടെ നൈബർഹുഡ് അവരുടെ ഒരു കുട്ടിയുടെ ക്യാരക്ടറിനെ അതേപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജീവിക്കാൻ ഫിയർലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ വളർന്നു വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ഫിയർലെസ് ആൻഡ് കറേജസ് നല്ല ധൈര്യത്തോടു കൂടിയുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ വളർന്നു വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ഇമോഷണൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നമ്മളുടെ എന്താ പറയാ നമ്മുടെ കുട്ടികളുടെ എന്താ പറയാ കുട്ടികൾ വളർന്നു വരുന്ന സൊസൈറ്റി നമുക്ക് അത്രയും സേഫ് ആണെന്ന് ഇന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ പേടിയാണ് നമ്മുടെ കുട്ടികളെ പുറത്തൊന്ന് വിടാനായിട്ട്. അപ്പൊ അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ല. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ അതേപോലെ തന്നെ സൊസൈറ്റിയിലും കുട്ടികൾ എങ്ങനെയാണ്, നൈബർഹുഡ് എങ്ങനെയാണ്, നമ്മളിപ്പോ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തോണ്ടിരിക്കും. നമ്മള് ഒരു കുട്ടീനെ ഒരു വീട്ടിലേക്ക് വിടാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും നമ്മള് കുട്ടീനെ എന്ത് ചെയ്യും, കളിക്കാൻ പോലും വിടാനായിട്ട്. ഭയങ്കര പേടി ഇപ്പോഴത്തെ അമ്മമാർക്ക്. ഒരു നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പുറത്തുനിന്ന് കളിക്കാൻ വിടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയണേ വിടില്ല എന്ന് തന്നെ പറയും. അത് അവർക്ക് ആ ഒരു ഭയം മനസ്സിലുള്ളത് കൊണ്ടാണ്. ഓക്കെ, ദെൻ റോൾ ഓഫ് ദ ടീച്ചർ. നമ്മൾ നോക്കാൻ പോകുന്നത് ടീച്ചറിന്റെ റോൾ എന്താണ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിൽ. ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താണ് ടീച്ചറിന്റെ റോൾ നോക്കാം. ഫിസിക്കൽ വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഡിഫോർമാലിറ്റീസോ ഇൽനെസ്സോ നമ്മുടെ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അത് സ്കൂൾ ഗേറ്റിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യും. അതിന് വേണ്ട കുട്ടിക്ക് വേണ്ട മെഡിക്കൽ എയ്ഡുകൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഷുഡ് ട്രൈ ടു ഫൈൻഡ് ആക്റ്റീവ് കോപ്പറേഷൻ. നമ്മള് ടീച്ചേഴ്സ് അതിൽ നിന്ന് ആക്റ്റീവ് കോപ്പറേഷൻ ഫൈൻഡ് ചെയ്യണം പാരന്റ്സിന്റെ അടുത്ത്. പാരന്റ്സ് നമ്മളൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് രണ്ടുപേരും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആര്? പാരന്റ്സും ടീച്ചേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ ഒരു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഹോം
എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പാരന്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഫാമിലിയിൽ ഇങ്ങനെ തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ നമ്മൾ അവരോട് കൗൺസിലിംഗ് പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മളിങ്ങനെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കിടുമ്പോൾ അത് കുട്ടികളെ ഇമോഷണൽ കുട്ടിയുടെ ഇമോഷണൽ ബാഡ് ആയിട്ടാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യണതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഹോമിൽ വേണ്ടത് ഒരു പോസിറ്റീവ് ആൻഡ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് പാരന്റ്സിനോട് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സ്കൂള് എപ്പോഴും നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിനെസ് ടു ചിൽഡ്രൻ. നമ്മള് ഈ ഒരു സ്കൂളിൽ നിങ്ങളും വേണം ബിലോങ്ങിനെസ്, അതേപോലെ നമ്മളും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമ്മളൊരു എന്താ പറയാ ഒരു കൂട്ടം നിങ്ങളെ കൂടി നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ് എന്നൊരു ഫീൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി ഇമോഷണലി എൻഗേജ് ആവും. ദെൻ ഇനി അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെന്റർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഏത് മെത്തേഡാണ് അവർക്ക് ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് അഡാപ്റ്റ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ ട്രഡീഷണൽ ടീച്ചിങ് എങ്ങനെയാണ്, ഒരു ബെഞ്ച് ഒരു ഡെസ്ക് ഒന്നനങ്ങാൻ പോലും അലോ ചെയ്യില്ല. ഇപ്പൊ സ്റ്റേറ്റ് സ്കൂളിലെ കുട്ടികളാണെങ്കിൽ കുറച്ചെങ്കിലും ഓടിയും ചാടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ CBSE സ്കൂളിലാണെങ്കിൽ സ്ട്രിക്റ്റ്ലി അവർക്ക് ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും ഇത് വേണം, പെർമിഷൻ വേണം വിതിന് എന്താണ് ക്ലാസ് അവേഴ്സിൽ. അപ്പൊ അത് ഭയങ്കരമായിട്ടൊരു അത് ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടിക്ക് ലവ്, സിമ്പതി. നമ്മളോട് കുട്ടികളെ എപ്പോഴും നമ്മളോട് പ്രകടിപ്പിക്കുന്ന ഒരു വികാരമാണ് ഇഷ്ടവും അതേപോലെ തന്നെ സിമ്പതി. അതെപ്പോഴും ആഗ്രഹിക്കുന്നവർ ലവിങ് ആയിട്ട് കെയർ ചെയ്യണം, സിമ്പതറ്റിക് ആയിരിക്കണം ടീച്ചേഴ്സ് എന്നാണ്. അപ്പൊ നമ്മൾ അതേപോലെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇമോഷൻസ് ആർ കോട്ട്, എന്താണ് ദേ ആർ നോട്ട് തോട്ട് എന്ന് വെച്ചാൽ ഇമോഷണങ്ങള് വികാരം എന്നത് പിടിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്, അല്ലാതെ നമ്മൾ ചിന്തിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയല്ല ഇമോഷൻസ്. മോറൽ എഡ്യൂക്കേഷൻ ടു ഓൾ ഗ്രൂപ്പ്സ്. എല്ലാ ഗ്രൂപ്പ്സിനും മോറൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അഡോളസെന്റ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഏതൊരു ഏജിലെ കുട്ടികൾക്കും സെക്സ് എഡ്യൂക്കേഷൻ എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മള് പാരന്റ്സ് പറഞ്ഞു കൊടുക്കുകയും അമ്മയൊക്കെ പറഞ്ഞു കൊടുത്താലും അതിൽ കൂടുതൽ ആ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്, നമുക്കൊരു ക്ലാസ് ഒരു സെഷൻ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്താണ് ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് ഗുഡ് ടച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുട്ടികളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ആരുടെ റോളാണ്, നമ്മുടെ ടീച്ചേഴ്സിന്റെ റോളാണ്. നമുക്ക് അവർക്ക് കുറച്ചുകൂടി ഇൻഫ്ലുവൻസിങ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് അവരുടെ ലൈഫിൽ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ റോൾ ഓഫ് ദ ടീച്ചർ ആണ്. ഫസ്റ്റ് 3 പോയിന്റ്സ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. വായിച്ചോ ജിഷാന. Role of the teacher. Physical weakness, deformities, illness, etc., if any, should be recognized at the time of the school entrance, and medical aid should be made available for their children. Second point, teacher should try to find active cooperation of the parents in making the atmosphere of the home suitable for active emotional development. Third point, the interpersonal relationship in the school should be such that it should be provide emotional security and sense of belongingness to children. Okay. ആദ്യം പറഞ്ഞത് ഫിസിക്കൽ വീക്ക്നെസിന്റെ കാര്യങ്ങളാണ്. എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണെങ്കിൽ അത് റെക്കഗ്നൈസ് അറ്റ് സ്കൂൾ എൻട്രൻസ് എന്ന് പറയുമ്പോൾ സ്കൂളിലേക്ക് ചേരുന്നതിന് മുമ്പേ അത് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആ കുട്ടിക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ് കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ ടീച്ചേഴ്സ് ആണ് പാരന്റ്സ് ആയിട്ടൊരു കോപ്പറേഷൻ ഫൈൻഡ് ചെയ്യേണ്ടതും അവരുടെ കുട്ടികളുടെ ഹോമില് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം പാരന്റ്സിനോട്, നിങ്ങളിങ്ങനെ ആണ്, അതായത് നമ്മളെ നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുട്ടികളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും, അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം.
ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സ്കൂളിൽ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ, അത് കുട്ടിയുടെ ഇമോഷണൽ സെക്യൂരിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെൻസ് ഓഫ് ബിലോങ്നെസ് ടു ചിൽഡ്രൻ എന്ന് വെച്ചാൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നെ പറയാം. ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, കുട്ടികൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ മറ്റു ഫ്രണ്ട്സ് ഒക്കെ ഇട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ കൂടെ ആരുണ്ടാവും, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും, ഏതൊരു പ്രശ്നത്തിൽ പോയി ചാടാനും നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിരിക്കും. കാരണം എന്താണ്, നമ്മുടെ കൂടെ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ട് ആരുണ്ടാവും, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര വികൃതിയായിരുന്നേ. ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോ ഓക്കെ, ഡിഗ്രിയും പി ജിക്കൊക്കെ പഠിക്കുമ്പോ സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഞാൻ ചെറിയ കുറുമ്പിയാണ്, കുറുമ്പി ആയിരുന്നു അല്ല. അപ്പൊ ആ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒപ്പിക്കും. എത്ര പ്രാവശ്യം എന്നെ മാത്രം എന്ത് ചെയ്തു, എന്നെ മാത്രം നോക്കി എന്ന് വെച്ചാല് ഞാൻ ക്ലാസ്സിൽ ചെറിയ പ്രശ്നമായപ്പോ അത് എല്ലാരും കൂടി എന്റെ തലയിൽ വന്നു. അപ്പൊ അത് സംസാരിച്ചു വന്നപ്പോ നൈസായിട്ട് കൂടെ വന്ന് നിൽക്കാം ഫ്രണ്ട്. ബാക്കി എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ആ സാഹചര്യത്തിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എന്താണ് എസ്കേപ്പ് ചെയ്യാൻ നോക്കി. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞ ആള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അധികം വന്ന് നിൽക്കാം, മിണ്ടാണ്ടിരിക്കണം. ഞാൻ ചോദിക്കുന്നത് നിനക്ക് എന്തിന്റെ ഇപ്പൊ നിനക്ക് ഇങ്ങനെ പൊക്കൂടെ ഇരുന്നു. അപ്പൊ അവള് പറയുന്നത് നിന്നെ എങ്ങനെ തനിച്ചാക്കിയിട്ട് പോവാന്ന്. അപ്പൊ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫ്രണ്ട്സ്, അതായത് നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ഒരാളുണ്ട് സപ്പോർട്ടിങ്ങിനായിട്ട്, നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെ ഇൻഫ്ലുവൻസിങ് ആണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം ക്ലാസ് തുടങ്ങിയ സമയത്ത് ജസ്റ്റ് പേരുകൾ മാത്രമായിരുന്നു, ലിജി, യഷ്മി, ശാലിനി, ജിസ്ന, അലീന എന്നൊക്കെയുള്ള ജസ്റ്റ് പേരുകളും ഗൂഗിൾ ഐഡികളും മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തമ്മിലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എവിടേക്കോ പരിചയം പോലും ഇല്ലാത്ത, നേരിട്ട് ഇതുവരെ കാണാത്ത നിങ്ങൾ തമ്മിൽ തന്നെ ഒരു നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരേ ബെഞ്ചിൽ ഓരോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള ഒരു ബോണ്ട്, സെൻസ് ഓഫ് ബിലോങ്നെസ് വളരെ വലുതാണ്. അപ്പൊ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ വേണം. ദെൻ 4th, 5th, 6th പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ. 4th points. Provide diversified curricular activities for the full expression and outlet of pent-up emotional energies. 5. Adopt dynamic, progressive, child-centered methods of teaching. 6. The children should get desired love and sympathy from the teachers. ഓക്കെ, നമ്മളെപ്പോഴും കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. കാരണം അവർക്ക് ഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് അത്. എല്ലാ കുട്ടികൾക്കും കരിക്കുലം അല്ലെങ്കിൽ എന്താ പറയാ പഠനത്തോട് താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഭയങ്കര ടൈക്ക് കൂടുതലുള്ള കുട്ടികൾ മാത്രമല്ല, ഇതേപോലത്തെ സ്പോർട്സിലും ആർട്സ് ആക്ടിവിറ്റീസിലൊക്കെ കഴിവുള്ള കുട്ടികളുണ്ടാവും. നമുക്കതൊരു കുറച്ചും കൂടി കുട്ടികളുടെ ഇമോഷണൽ എനർജി ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡാപ്റ്റീവ് ആയിട്ടുള്ള, ഡൈനാമിക്, ഒരു പ്രോഗ്രസീവ് ചൈൽഡ് സെൻട്രിക് ടീച്ചിങ് മെത്തേഡായിട്ട് പ്രൊമോട്ട് ചെയ്യരുത്. കുട്ടികളുടെ രീതിയിൽ നിന്ന് നമ്മൾ ടീച്ച് ചെയ്യണം, അല്ലാതെ നമ്മളുടെ ലെവലിൽ നിന്ന് ടീച്ച് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്ന് അവർക്ക് ഓരോ കാര്യങ്ങൾ വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എപ്പോഴും ചൈൽഡ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് എപ്പോഴും ടീച്ചറിന്റെ ഏതൊരു ട്രീറ്റ്മെന്റ് വേണമെന്നാണ് ആഗ്രഹിക്കാം, ലവ് ആൻഡ് സിമ്പതിയാണ് ഏതൊരു കുട്ടികളും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ടീച്ചറായിട്ട് പോകുമ്പോൾ നിങ്ങൾ കുട്ടികളോട് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നല്ല ലവ്, നല്ല സ്നേഹത്തോടു കൂടി, നല്ല സിമ്പത്തറ്റിക് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇനി 7 and 8 പോയിന്റ്. 7th one. Emotions are taught, they are not taught. 8th one. Provide more education to all groups and sex education to adolescent with that will help them to attain emotional balance and tolerance. ഓക്കെ, ഇമോഷണൽ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളല്ല, അത് നോട്ട് തോട്ടാണ്. നമ്മള് അവര് ആരെയും പഠിപ്പിക്കുന്നില്ല ഇമോഷൻസ് ഇങ്ങനെ ആയിരിക്കണമെന്ന്. ഇമോഷൻസ് സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ മോറൽ എഡ്യൂക്കേഷൻ എല്ലാ ഗ്രൂപ്പുകൾക്കും പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മോറൽ എഡ്യൂക്കേഷൻ. അതേപോലെ തന്നെ അഡോൾസെന്റ് ഏജ് ഇൻക്ലൂഡിങ് എവരി പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നുള്ള വേർതിരിവില്ല. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു ഏജില് ബാഡ് ടച്ച് ഗുഡ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ കുട്ടികളാണ്, അവർക്ക് അറിയില്ല അവർ ടച്ച് ചെയ്യുന്ന ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്ന് കുട്ടികൾക്ക് ഒട്ടും അറിഞ്ഞൂടാ. അപ്പൊ നോ പറയാൻ
പറയാനായിട്ട് അവരെ പഠിപ്പിക്കണം. നോ പറയണം. ഇനി എന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ പാരന്റ്സിനോട് പറയും എന്ന് നല്ല കോൺഫിഡൻസ് നമ്മൾ അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കണം. പാരന്റ്സിനോട് ടീച്ചേഴ്സിനോട് പറയും എന്നുള്ളത്. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പാണ് ഒരു ന്യൂസ് വായിച്ചാണ്. ആലുവയിലാന്ന് തോന്നുന്നുണ്ട്, ഒരു കുട്ടീനെ അംഗനവാടി ടീച്ചറിന്റെ ഭർത്താവ് അംഗനവാടി പഠിക്കുന്ന ഒരു കുട്ടീനെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ന്യൂസ്. ഞാനിപ്പോ ആലോചിച്ചത് എന്താ അങ്ങനെയെന്ന്. ആ കുട്ടിക്ക് നോ പറയാൻ പറ്റുമായിരുന്നു. എന്തായാലും ആ ഈ നമ്മൾ പറയുന്ന നമ്മളെ സൊസൈറ്റി എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള പ്ലേസ് അല്ല. നമ്മള് പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ ആ ഒരു വേർതിരിവില്ല ഇന്നത്തെ സൊസൈറ്റിയിലുള്ള അതില്. അപ്പൊ നമ്മള് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താന്നൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ പാർട്ട് തന്നെ ആക്കണം എന്താണ് ഈ ഒരു കാര്യം. ഗുഡ് ടച്ചും ബാഡ് ടച്ചും എങ്ങനെ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റും, അത് ഏത് മെത്തേഡിലൂടെ ടീച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ കണ്ടെത്തിയും അത് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് നമുക്ക് പറയാനുണ്ട്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കാന്ന് വിചാരിച്ചത്. സോഷ്യൽ ഡെവലപ്മെന്റ് കഴിഞ്ഞ നമ്മള് പാർട്ട് 2 എത്ര ചാപ്റ്റേഴ്സ് എടുത്തു എന്നറിയോ? എല്ലാരും ആണോ മാം? ടോട്ടൽ ആയിട്ട് പാർട്ട് 1 കംപ്ലീറ്റ് ആണോ? പാർട്ട് 1 കംപ്ലീറ്റ് ആണ്. പാർട്ട് 2 ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റും അപർണ മാം എടുത്തു. പിന്നെ 5ഉം 8ഉം 9ഉം അശ്വതി മാം. ജിഷ് ടീച്ചറിനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജി. ജിഷ് ടീച്ചർ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആക്കിയോ? ഫസ്റ്റത്തെ ആക്കി, സെക്കൻഡിൽ തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ മിസ്സിനോട് പറയണം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നോ ഈ വീക്ക് ജിഷ് ടീച്ചറിന്റെ? ഉണ്ടായിരുന്നു. പിന്നെ മാം ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ഒരു PFA എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം എടുക്കുന്നുണ്ട് വേറെ. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചായിരിക്കും പറഞ്ഞത്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ വരൂല, എന്നാലും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പക്ഷെ ഞാൻ പഠിപ്പിച്ച ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മുടെ മനസ്സിന് മുറിവുകൾ സംഭവിക്കാറില്ലേ? എല്ലാവർക്കും ഉണ്ടാവാറുണ്ടാവും. അപ്പൊ മനസ്സിന് മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പോർഷൻ ആണ്. നമ്മുടെ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പോർഷൻ ആണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. റിലേറ്റിംഗ് ടു മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ്. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാത്ത മറ്റേ ആക്ടിവിറ്റി പിന്നത്തെ ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. ഏത് ആക്ടിവിറ്റിയാണ്? ആക്ടിവിറ്റി ചാർട്ട് പിന്നെ നമ്പർ ചാർട്ട്. നമ്പർ ചാർട്ട് മോൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അന്ന് പ്രസന്റ് ചെയ്തോളാം. വരച്ചതാണോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കേടാ മാം ഞാൻ ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചെയ്തല്ലോ. നമ്പർ ചാർട്ട് അതെ നന്നായിട്ടുണ്ടേ. വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? ശാലിനി പ്രസന്റ് ചെയ്തോ? സുബിത പ്രസന്റ് ചെയ്തോടാ. ഞാൻ കാണിച്ചായിരുന്നു. ഓക്കേടാ സുബിത. ഓക്കേടാ പൂവാണ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ആരെങ്കിലും? ഓക്കെ, ലിജി ജാൻസി ഉണ്ട്. ഓക്കെ, നമ്പേഴ്സ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ജാൻസി കാണാം. ജാൻസി കാണാം കേട്ടോ.
ഓക്കെ, ജാൻസി ആണോ ഇമേജിൽ കണ്ടത്? ജാൻസിനെ തന്നെയാണോ? അതെ, ജാൻസി അവസേ. ജാൻസി ആണ്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മാം യൂണിറ്റ് 2 മോക്ക് ടെസ്റ്റ് ഇട്ടില്ല, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിന്റെ. കേട്ടോ, മറന്നു ഞാൻ ഇട്ടേക്കാട്ടെന്നാ പറഞ്ഞേക്കാം. ഞാൻ വരാം. ദെൻ നമ്മൾ നോക്കുന്നതിന് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് ഔട്ട് ഓഫ് സിലബസ് അല്ല, എന്നാലും നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് എന്താണെന്ന് അറിയട്ടെ. നമുക്കൊന്ന് നോക്കാം എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ്. ശരി, ഓക്കെ. ആൽഫബറ്റ് ചാപ്റ്റർ ഉണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. സോഷ്യൽ ഡെവലപ്മെന്റ് മറ്റൊരു പേരാണ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെ സോഷ്യലൈസേഷൻ എന്ന് പറയും. implies the development of an individual in such a way as he become a useful member of the society or a group. നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു യൂസ്ഫുൾ മെമ്പർ ആയി തീരുക എന്നതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സാമൂഹ്യ വികാസം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം. സോഷ്യലൈസേഷന്റെ മലയാളം മീനിങ് എന്താണ്? സാമൂഹ്യവൽക്കരണം. എന്നതൊരു വ്യക്തിയെ സമൂഹത്തിലോ ഗ്രൂപ്പിലോ ഉപയോഗപ്രദമായ ഒരു അംഗമാക്കി മാറ്റുക എന്നതാണ് എന്ത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സാമൂഹ്യ വികസനം എന്നാൽ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പക്വത കൈവരിക്കുക എന്നാണ്. സോഷ്യൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക. എന്താണ് സോഷ്യൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക എന്നാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. begins with the first contact with other peoples. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? കുട്ടികളുടെ കാര്യം നമുക്ക് നോക്കാം. കുട്ടികൾ എപ്പോഴാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവര് നമ്മള് അമ്മയും അച്ഛനൊക്കെ ആയിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ആദ്യം തുടങ്ങുമ്പോൾ മുതൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങുന്നു? സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്, നമ്മുടെ ജീവിതകാലം മുഴുവനും എന്തുണ്ട്? സോഷ്യലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. നെറ്റ് റിസൾട്ട് ഈസ് കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ വിത്ത് ദ സോഷ്യൽ എൻവയോൺമെന്റ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ എൻവയോൺമെന്റ് ആയിട്ട് എപ്പോഴും കോൺട്രാക്റ്റിൽ വരുന്നതിലൂടെയാണ് സോഷ്യലൈസേഷൻ അക്വയർ ചെയ്യുന്നത്. ഹെൽപ്സ് ഇൻ ലേണിംഗ് ആൻഡ് അക്വയറിംഗ് സോഷ്യൽ ക്വാളിറ്റീസ്. നമ്മൾ സോഷ്യൽ ക്വാളിറ്റീസ് ലേൺ ചെയ്യുന്നതും അക്വയർ ചെയ്യുന്നതിലൂടെ സോഷ്യലൈസേഷൻ സംഭവിക്കുന്നു. എനേബിൾ ദ ചൈൽഡ് ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ്. എന്നാൽ മാത്രമാണ് സോഷ്യലൈസേഷൻ സംഭവിച്ചാൽ മാത്രമാണ് കുട്ടിക്ക് നമ്മുടെ സൊസൈറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ നമ്മുടെ സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് യൂസ്ഫുൾ മെമ്പർ ആക്കി മാറ്റുക എന്നുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ബാക്കിയുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. അപ്പോ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നോ? നമ്പർ ചാർട്ട്, ആൽഫബറ്റ് ചാർട്ട് കൂടാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. അപർണ മാം തന്നിട്ടില്ല. മിസ് വീൽഡ് തന്നിട്ടുണ്ടാവും അല്ലെ? എന്തോ മാം? ഓക്കേടാ. ഇതിനിപ്പോ നമ്പർ ചാർട്ട് കഴിഞ്ഞു. നമുക്ക് കുട്ടികൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികളെ ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിപ്പിക്കണം, വെജിറ്റബിൾസിനെ കുറിച്ച് പഠിപ്പിക്കണം, ബേർഡ്സിനെ കുറിച്ച് പഠിപ്പിക്കണം. കളക്ഷൻ ബുക്കിലുണ്ട് അനിമൽസിനെ കുറിച്ച് പഠിപ്പിക്കണം, ഡൊമസ്റ്റിക് അനിമൽസ്. അതിനൊക്കെ ഒരു ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇമേജും വേണം, ആ ഒരു പേരും എഴുതണം. ചെറിയ ചാർട്ട് മതി. ഒരു വലിയ ചാർട്ട് ആണെങ്കിൽ A4 ഷീറ്റിൽ പോലെ ഉള്ള ചാർട്ട് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലെ? അപ്പൊ അത് വലിയ ചാർട്ട് കട്ട് പീസ് ആക്കിയിട്ടായാലും ചെയ്താൽ മതി. എന്തൊക്കെയാണ് അതിന്റെ നേരെ പേരെഴുതാനാണോ? അല്ല, അനിമൽസിന്റെ താഴെയായിട്ട് പേര് എഴുതിയാൽ മതി. ഇപ്പൊ ഫ്രൂട്ട് ആണ് ശരിക്കും, ആപ്പിൾ എന്നാണെങ്കിൽ ആപ്പിളിന്റെ ഇമേജ് പേസ്റ്റ് ചെയ്യാം, താഴെയായിട്ട് ആപ്പിൾ എന്ന് എഴുതാം.
അല്ല മിസ് അത് അങ്ങനെ alphabetic order പിക്ചർ ചാർട്ടായിട്ട് തന്നായിരുന്നു. എന്താണ് ആൽഫബറ്റിക് ഓർഡർ ആയിട്ടൊന്നും വേണ്ടല്ലോ, ഏത് പിക്ചർ ആയാലും നമുക്ക് ഇല്ല, അനിമൽസ്, ബേർഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്ത് ഈ ചാർട്ടുകൾ ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൂ. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, അതായത് വെജിറ്റബിൾസ് വേറെ, ആനിമൽസ് വേറെ, അങ്ങനെ. ആനിമൽസ് വേറെ, ഫ്രൂട്ട്സ് വേറെ, അങ്ങനെ. ഓക്കെ ഓക്കെ മാം, ചെയ്യാം മാം. ഓക്കെ, ക്ലിയർ ആയോ? ഇതിനെ കുറിച്ച് ചാർട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അനിമൽസ്, ബേർഡ്സ്, 4നെ കുറിച്ചിട്ടോ. അപ്പൊ ഒന്ന് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ടാ, ഇങ്ങനൊരു ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഞാൻ ആക്ടിവിറ്റീസ് തരുമ്പോൾ നിങ്ങൾ അത് ഗ്രൂപ്പിലും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാ കുട്ടികളും ചിലപ്പോ കയറുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അവർക്കും കൂടി അത് പ്രിപ്പയർ ചെയ്യാം. ഈ വൈവയുടെ ടൈം ആവുമ്പോ ഈ കുട്ടികൾക്ക് ഈ ടീച്ചിങ് മെറ്റീരിയൽസിന്റെ ഒക്കെ മാർക്ക് കുറയും, കാരണം അവർ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് മെസ്സേജ് ചെയ്തിടണം, ഇന്ന ആക്ടിവിറ്റീസ് ഇന്ന ടീച്ചർ തന്നിട്ടുണ്ട്, ഇന്ന പോലെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോ. ഇടാറുണ്ട് മാം, ഗ്രൂപ്പിൽ ഇടലുണ്ട് അങ്ങനെ ഇടാറുണ്ട്. കാരണം ഞാന് മിക്ക ലൈവ് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവരിങ്ങനെ നമുക്കിങ്ങനെ തന്നിരിക്കുന്നത് ആരെങ്കിലൊക്കെ ഇടും, അവർ ചെയ്തത് ഇടലുണ്ട്. പിന്നെ അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ആരെങ്കിലൊക്കെ ഗ്രൂപ്പിലിടും, അപർണ മാം ഇന്ന ആക്ടിവിറ്റി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കേടാ, അത് അങ്ങനെ വേണം. നിങ്ങൾ തമ്മിൽ തന്നെ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുള്ളി എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈകിയാണ്. താങ്ക് യു ഓൾ. പറഞ്ഞോടാ. ഒരു ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും ആ ചാർട്ടില് ഇപ്പൊ ഫ്ലവേഴ്സിന്റെ ഫ്ലവേഴ്സ് മാത്രം ഒട്ടിക്കാനാ? അപ്പൊ ചാർട്ട് ഇല്ലടാ, ഇപ്പൊ A4 ചാർട്ട് അവൈലബിൾ ആണോ? അത് ചോദിക്കണം മിസ്സേ, അറിയില്ല. അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഒരു 8 ഫോട്ടോസ് മതി, 8 ഇമേജസ് മതി. ഓക്കെ മാം, ഞാന് കൊച്ചിന്റെ ഒരു ബുക്ക് ഉണ്ട്, അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കണേ. ഇതല്ലേ മാം? ഇതേപോലെ ഈ ഒരു മോഡൽ. അതേടാ. ഓക്കെ, അപ്പോ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാട്ടത് ആക്ടിവിറ്റി. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Good afternoon, everyone. Thank you for your attention and participation in class today. I believe we have all learned something new. I hope you all found this lesson helpful. I would like to express my gratitude to Aparna ma'am for her dedication and guidance. We will see you in the next time. Have a great day. Thank you all. താങ്ക് യു. നെക്സ്റ്റ് വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്യണ്ട, അത് കഴിഞ്ഞിട്ടുള്ള വീക്കിലേക്ക് മതി കേട്ടോ. നെക്സ്റ്റ് മൺഡേ ക്ലാസ് അല്ലേ, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് മതി.